ഹലോ, ഞാൻ ലൈഫിൽ വരുന്നത് എൻ്റെ 3 ഇയർ ഓൾഡ് മോക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങൾ യു കെയിൽ സെറ്റിൽഡ് ആണ്. മോക്ക് ഒരു 1 ഇയർ തൊട്ടേ അവൾ പാട്ടൊക്കെ പാടുമായിരുന്നു. പക്ഷെ ഒരു സെൻറ്റൻസിലോട്ടോ കൂടുതൽ വാക്കുകളിലോട്ടോ ഒന്നും ഒരു 2 ഇയർ ആയിട്ടോ ഒരു 3 ഇയർ ആയിട്ടോ കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു നല്ലൊരു അസസ്മെൻറ്റോ ഒരു ഡെവലപ്മെൻറ്റൽ അസസ്മെൻ്റ് എടുക്കുന്ന സ്ഥലം എന്തായിരുന്നു. അപ്പം യു കെയിലെ നഴ്സറിയിലൊന്നും അധികം കൺസേൺ ആയി കണ്ടില്ല, ബിക്കോസ് അവളൊരു ആക്റ്റീവ് ആയിരുന്നു എപ്പോഴും. അങ്ങനെ നാട്ടിൽ വന്നപ്പോഴാണ് ലൈഫിൻ്റെ കാര്യം അറിയുന്നത്, ലൈഫിലേക്ക് വരുന്നതും ഒരു കാഷ്വലി നമുക്കൊരു അസസ്മെൻറ്റ് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് അസസ്മെൻറ്റ് എടുക്കുന്നതും. സോ അവൾക്ക് 3 ഇയറിൻ്റെതായ ഫുൾ കമ്മ്യൂണിക്കേഷനും ഇല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങളിവിടെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു, സ്പീച്ച് തെറാപ്പി. സ്പീച്ചിൻ്റെ കൂടെ തന്നെ സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി എടുത്തു. ഇപ്പോൾ ഞങ്ങൾ 2 മന്ത്സ് ഇവിടെ ടോട്ടലി നിന്നു. ഫുൾ 5 ഡേയ്സ് ക്ലാസ്സും എടുത്തു. ബോത്ത് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഐ ക്യാൻ സീ സച്ച് എ വാസ് ഡിഫറൻസ് ഇൻ ഹർ. നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മോക്ക്. സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അത് സംസാരിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു 3 ഇയർ ഓൾഡിന് എന്തൊക്കെ സംസാരിക്കാനാവുമോ അതെല്ലാം ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, മലയാളവും ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര ഒരു സപ്പോർട്ടാണ് ലൈഫിൽ നിന്ന് തന്നത്. സ്പീച്ചിൻ്റെ കാര്യത്തിലായാലും ഫസ്റ്റ് ഫ്രം ദ അസസ്മെൻറ്റ് ടു ദ ടിൽ ഡേറ്റ് അവൾക്ക് ഡെയിലി സെഷൻസിൽ നല്ല ഫീഡ്ബാക്ക് ഡെയിലി തരുമായിരുന്നു. ഇൻഡിവിജ്വൽ സെഷൻസ് ആയിരുന്നു എല്ലാം, ഈവൻ ഒക്യുപേഷണൽ തെറാപ്പി ആൻഡ് സ്പീച്ച് തെറാപ്പി. ഇൻഡിവിജ്വൽ ചൈൽഡ് ഡെവലപ്മെൻ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ എവറി ഡേ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. നമുക്ക് എവറി ഡേ അത് പോയി വീട്ടിൽ പോയി അത് കണ്ടിന്യൂ ചെയ്തോളെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ഈവൻ 2 മന്ത്സ് കൊണ്ട് അവൾക്കുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ് ഇസ് റിയലി ഗ്രേറ്റ്. സോ ജസ്റ്റ് ഒരു ചെറിയ ഡിസിഷനെ ഞാൻ എടുത്തോളൂ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. ബട്ട് ലൈഫിലുണ്ടായ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് സ്പീച്ചിലും അവളുടെ ബിഹേവിയറിലും എല്ലാം ഉണ്ടായത്. സോ ഐ എം റിയലി ഹാപ്പി ഐ ചൂസ് ലൈഫ്. ആൻഡ് ഈ 2 മാസം ഇവിടെ നിൽക്കാനും അവൾക്കുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റിലും സ്റ്റാഫ് ആണെങ്കിലും ഫ്രം ദ ഫ്രണ്ട് ഡെസ്ക് ടു ദ ടീച്ചേഴ്സ് ആൻഡ് ദ എവറിബഡി അറൗണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈവൻ ബിഹേവിയറിലും അവളോടുള്ള ആറ്റിറ്റ്യൂഡിലും ഒരു ഡിഫറൻസും ഇല്ലാതെ കുട്ടിയെ നല്ലപോലെ അവൾ എൻകറേജ് ചെയ്തു. ഭയങ്കരമായി അവൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ കാഴ്ചവെക്കാൻ പറ്റി. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക് യു.